ഇതിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സാം നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുടരെ ആരോപണം കേൾക്കുന്ന ഒരു സംവിധാനം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. PSC ആണ്. ശ്രീ വിനോദ് മാത്യു വിൽസൺ, ഇപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നു എന്തിനാണ് പരീക്ഷ നടത്തിയത്? അനധികൃത നിയമനം നടത്താനുള്ള പരീക്ഷകൾ മാത്രമായിട്ട് PSCക്ക് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ ഒഴിവുകൾ ഉണ്ടാകുന്ന മുറയ്ക്ക് LP സ്കൂൾ ടീച്ചേഴ്സിൻ്റെയും UP സ്കൂൾ ടീച്ചേഴ്സിൻ്റെയും എൻ്റെ അറിവ് പ്രകാരമാണ് എങ്കിൽ അടുത്ത ആഴ്ചയോ മറ്റോ അല്ല ഇന്നു തന്നെ അവിടെ UP സ്കൂൾ ടീച്ചേഴ്സിൻ്റെ സമരം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതവർ പക്ഷെ തുടങ്ങിയിട്ടേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ ആ സമരവും ശക്തമായി വരും എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PSCയുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്നിപ്പോൾ മന്ത്രി OJ ജനീഷ് ചോദിക്കുന്നു, ഇത്രയും ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് അവിടെ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുറയ്ക്ക് നടത്താൻ കഴിയാത്തത് എന്ന്. ഒഴിവുകൾ കണ്ടെത്തുക, അവിടത്തേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുക, അതിനുവേണ്ടി പരീക്ഷ നടത്തുക, അത് അവിടെ കൃത്യമായി പ്രോപ്പറായി അതിന് അഡ്വൈസ് മെമ്മോ കൊടുക്കുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ ഒന്നും ചെയ്യാതെയാണ് ഈ പറയുന്ന വളരെ വിശ്വസ്തതയുള്ള PSC ഇവിടെ വാഴുന്നത്. അതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് രണ്ട് മറുപടികൾ. ഒന്ന് ശ്രീ ജിൻഡോയ്ക്കാണ്. അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ഹണിമൂൺ പീരീഡിലാണ്, ഞങ്ങളതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ കേരളത്തിലെ നിങ്ങളുടെ മന്ത്രിസഭ ഏറ്റവും പ്രധാനമായി കൈകാര്യം ചെയ്യേണ്ട വിഷയം PSCയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഈ നാട് വിട്ടു പോകാനുള്ള കാരണം PSCയുടെ വിശ്വാസമില്ലായ്മയാണ്. ഈ നാട്ടിൽ ചെറുപ്പക്കാർ വേണം. ഗുണ്ടകളും സ്വജനപക്ഷപാതക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും അടിക്കാൻ പോകുന്നവരും ഇടിക്കാൻ പോകുന്നവരും അല്ലാത്ത ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിൽക്കണമെങ്കിൽ PSCയുടെ വിശ്വാസ്യത കൊണ്ടുവരണം. അതിന് നിങ്ങളുടെ മന്ത്രിസഭയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും ചേർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ വിഷയം പരിഹരിക്കാനുള്ള നടപടികൾ ചെയ്യണം. ജിൻഡോയ്ക്കുള്ള ഒരു സജഷനാണ്. ഇനി ശ്രീ അനിൽകുമാർ പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ PSC വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്ന എല്ലാ കാലത്തിലും CPMൻ്റെ സൈബർ ഹാൻഡിലുകൾ പറയുന്ന ഒരു ഫേക്ക് ന്യൂസാണ്. ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനം നൽകുന്നത് PSC വഴിയാണെന്ന്. അങ്ങനെയല്ല ഫാക്റ്റ്. ആ ഫാക്റ്റ് മനസ്സിലാക്കണം. നമുക്ക് ഓരോന്ന് പറയാം. തമിഴ്നാട്ടിൽ എന്താണ്? സംസ്ഥാന സർവീസുകൾക്ക് TNPSC അധ്യാപക നിയമനങ്ങൾക്ക് ടീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ് ബോർഡുണ്ട്. സത്യമല്ല, നമുക്ക് ഫാക്ട് ചെക്ക് നടത്താം. മെഡിക്കൽ മേഖലയിൽ മെഡിക്കൽ സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡുണ്ട്. കർണാടകയിൽ KPSC കൂടാതെ കർണാടക എക്സാമിനേഷൻ അതോറിറ്റി ഉണ്ട്. ആന്ധ്രാപ്രദേശിലുണ്ട്, തെലുങ്കാനയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ട്, ജാർഖണ്ഡിൽ. അവിടെയൊക്കെ വ്യത്യസ്തമായ ബോർഡുകളിലൂടെയും സംവിധാനങ്ങളിലൂടെയുമാണ് ഈ നിയമനങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എണ്ണം പെരുപ്പിച്ച് കാണിക്കാൻ കഴിഞ്ഞിരുന്നത് PSC വഴിയാണ്. ഇനിയും അങ്ങ് ഇവിടുത്തെ സ്കൂളുകൾ പൂട്ടിപ്പോയതിനെ പറ്റി പറഞ്ഞു. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം ശ്രീ അനിൽകുമാർ. ശിവരഞ്ജിത്ത് എന്ന് പറയുന്ന ഇടതുപക്ഷ SFIയുടെ ഗുണ്ടയ്ക്ക് പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് CPO റാങ്കിൽ 1ാമത്തെ റാങ്ക് കിട്ടാനുള്ള കാരണം ഉത്തരക്കടലാസ് കിട്ടിയതുമായി ബന്ധപ്പെട്ടാണ്. അതായത് സമഗ്രവും സമ്പൂർണവുമായ ഒരു ഡിജിറ്റലൈസേഷൻ PSCയിൽ ചെയ്യാത്തത് മൂലമാണല്ലോ കേസുണ്ടായത്. 10 വർഷം പിണറായി സർക്കാർ കേരളം ഭരിച്ചു. ആ കേസിന്റെ സ്റ്റാറ്റസ് ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? ക്രൈംബ്രാഞ്ച് കൊടുത്ത ചാർജ് കോടതി മടക്കി അയച്ചു. ഇപ്പോഴും ആ കേസിന്റെ വിചാരണ തുടങ്ങിയിട്ടില്ല. നിങ്ങൾ ആരെ സംരക്ഷിക്കാനാ അത് ചെയ്തിട്ടുള്ളത്? അപ്പം ഇനി മറ്റൊരു ഞാനിവിടെ CPMോ കോൺഗ്രസോ ആം ആദ്മിയോ ഒന്നുമല്ല. ഈ നാട്ടിൽ ചെറുപ്പക്കാർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് ഇതിന്റെ വിശ്വാസം തിരിച്ചു പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ സംസാരിക്കണ്ടേ? അല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചെയ്തു, ഈ സർക്കാരിന്റെ കാലത്ത് ചെയ്തു, ഇനിയും വരാൻ പോകുന്ന മറ്റേതെങ്കിലും പാർട്ടിയാണെങ്കിൽ അവരത് ചെയ്യുന്നു നല്ലല്ലോ. ഞാനൊരു ഒരു കുഞ്ഞു ഉദാഹരണം പറയാം. മാധു, ശ്രദ്ധിച്ച് കേട്ടാൽ മതി. നമ്മുടെ PRD എന്ന് പറയുന്ന പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ അഴിമതിയും സ്വജനപക്ഷപാതവും തിരികയറ്റലും ഈ സർക്കാരിന്റെ കാലത്ത് നടക്കപ്പെട്ടിരിക്കുന്നത്. കാരണം എന്താണ്? PRD ആണ് ഇവരുടെ വിവരശേഖരണവും മാധ്യമ സംവിധാനവും ചെയ്ത് ഈ പാർട്ടിയെ പ്രചരണത്തിന് ഉപയോഗിച്ചത് PRD വഴിയാണ്. ആ PRDയിലെ ഫോട്ടോഗ്രാഫർ ആവാനുള്ള യോഗ്യത ഇപ്പോഴും എന്താണെന്നറിയാമോ? 1960 സ്പെഷ്യൽ റൂളാണ്. ആ സ്പെഷ്യൽ റൂളിൽ പറയുന്ന, ഞാൻ അയച്ചു തരാം, നമുക്ക് ചിരി വരും. എന്താ അറിയാമോ? അതായത് പഴയ ക്യാമറയില്ലേ നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് വാഷ് ചെയ്യുന്നത്, അങ്ങനെ വാഷ് ചെയ്യാനുള്ള യോഗ്യത വേണം. എഴുത്തും വായനയും അറിയണം. കെമിക്കൽ മിക്സിങ്ങിനെ പറ്റി അറിയണം. ഇതാണ് ഇപ്പോഴും PRDയിലെ ഫോട്ടോഗ്രാഫേഴ്സിനെ നിയമിക്കാനുള്ള യോഗ്യതയായിട്ട് PSC വെച്ചിരിക്കുന്നത്. 1960 സ്പെഷ്യൽ റൂൾസാ. കാലഘട്ടം മാറിയില്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പിള്ളേർ വീട്ടിൽ ഇരുന്ന് സംവിധാനം ചെയ്യുന്ന സ്ഥലത്ത് PSC ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞു പോകണം. കാരണം ഒത്തിരി വിദ്യാർത്ഥികൾ എന്നോട് ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് അനധികൃത നിയമനം നടത്തിയതിന്റെ ഒരുപാട് പരാതികൾ പുതിയ ഗവൺമെന്റ് മുമ്പിലുണ്ട്. അന്വേഷിക്കണം. എന്താണ് KS എന്ന് പറയുന്ന പരീക്ഷ? KS എന്ന് പറയുന്ന പരീക്ഷയിൽ 2022 നിയമനം നേടിയത് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലെ ഫാക്കൽറ്റികൾക്കാണ് ചോദ്യങ്ങൾ അവിടെ ചോർന്ന് കിട്ടിയത്. പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്ന ആളെ പറ്റി തലേ ദിവസം പഠിച്ച് പിറ്റേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിനെപ്പറ്റി പൊയ്കയിൽ യോഹന്നാനെ പറ്റി വന്നു. ഇതിനെപ്പറ്റി അന്വേഷിക്കണം. അത് മാത്രമാണോ? DYSP സ്പെഷ്യൽ റൂൾ റിക്രൂട്ട്മെന്റ്, യൂണിവേഴ്സിറ്റി PRO, KSന്റെ പ്രത്യേക സ്ഥാപനത്തിൽപ്പെട്ടവർക്ക് നിയമനം, അതുപോലെ തന്നെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഇതിങ്ങനെ ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളിൽ അനധികൃത നിയമനമുണ്ടെന്ന് വിദ്യാർത്ഥികൾ പരാതി പറയുന്നു. പിള്ളേർ ഇതുപോലെ
റോഡിലിറങ്ങുന്നു. എനിക്കിപ്പോൾ റോഡിൽ പന്തം കൊളുത്തിയ വിദ്യാർത്ഥികളോട് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം അവരോട് സഹതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സമരം ചെയ്തുകൊണ്ട് ഇവരുടെ ആരുടെയും കണ്ണു തുറക്കാൻ പോകുന്നില്ല. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി എന്ന് പറയുന്നതിനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് അതൊരു പ്രിവിലേജായി കണ്ടുകൊണ്ട് എന്ത് തെമ്മാടിത്തരവും എന്ത് വൃത്തികേടും കാണിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായ PSC മാറി. ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഈ ഭരണഘടനാപരമായ മാറ്റത്തിന് വിധേയമാക്കുന്ന സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മാധു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ ഈ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ ഈ നാട്ടിൽ നിലനിർത്താൻ കഴിയുന്ന PSC എന്ന് പറയുന്ന എന്റെ മാതൃസ്ഥാപനത്തിൽ സംരക്ഷിക്കാൻ കഴിയുന്ന നടപടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്താ പറയുക നമ്മുടെ സർക്കാരിന്റെ സതീശൻ സർക്കാരിന്റെ പ്രഥമ പരിഗണന എന്ന് ജിൻഡോട് ഓർമ്മിപ്പിക്കുന്നു. അനിൽകുമാറിനോട് പറയുന്നു കഴിഞ്ഞ കാലം അത് ചെയ്തു, ഈ കാലം ഇത് ചെയ്യുന്നു, അല്ലാതെ അങ്ങയുടെ കൊച്ചുമക്കളും മക്കളും ഒക്കെ ഈ നാട്ടിൽ നിൽക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. Debate with Madhu Saji.